The category is NRI Business Excellence Award. Award winners ne announce cheyanai. I call upon to the dais Shri Isaac John Patani Parambil, Khalij Times Business Associate Editor and jury member of Kairali NRI Entrepreneur Awards. ഈ എക്സലൻസ് അവാർഡ് ഞാനിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിനു മുമ്പായിട്ട് എക്സലൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ഞങ്ങളുടെ ആരാധ്യനായ ദുബൈയുടെ ഭരണാധികാരിയും UAE വൈസ് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂത്തിൻ്റെ വാക്കുകളാണ്. ഇൻ ദ റേസ് ഫോർ എക്സലൻസ് ദർ ഇസ് നോ ഫിനിഷ് ലൈൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സലൻസ് ഈസ് ആൻ അൺഎൻഡിങ് സീംലെസ് പ്രോസസ്. യു പേഴ്സ്യൂ എക്സലൻസ് ആൻഡ് ദർ ഇസ് നോ എൻഡ് ടു ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് ദുബൈ ഈസ് പ്രൂവിങ് ഇറ്റ് സെൽഫ്. അപ്പം നമുക്ക് വിജയം ഉണ്ടാകാം. വിജയം ഉണ്ടാകുന്നത് മാത്രമല്ല, അതിൽ സ്റ്റേയിങ് ദെയർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ മമ്മൂക്ക ചെയ്ത പോലെ കഴിഞ്ഞ 36 വർഷത്തിൽ കൂടുതലായി അദ്ദേഹം സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തെ ഇവിടെ വന്നപ്പോൾ 87 അദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത്, ദുബൈയിലെത്തുന്നത്. അന്ന് ഇവിടുത്തെ ആൾക്കാരെല്ലാം രോമാഞ്ചപുളകിതരായിട്ട് അദ്ദേഹത്തിന് മെഗാസ്റ്റാർ എന്നുള്ള പട്ടം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ന് 36 വർഷമായിട്ട് അല്ലെ അതിൽ പരം ഹീ ഈസ് സ്റ്റേയിങ് അറ്റ് ദ ടോപ്പ്. സോ മെയിൻറ്റെയിനിങ് ഇറ്റ് ഈസ് ദി നെക്സ്റ്റ് ചലഞ്ച്. ഇവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത് എന്താണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ് വർക്കല്ല, അതിനേക്കാളും സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ഇപ്പോഴത്തെ ഫ്രേസ് അതാണ്. ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ യു വർക്ക് ഹാർഡ്. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ വർക്ക് ചെയ്യുന്നവരുമുണ്ട്, തൊഴിലാളികളും കഷ്ടപ്പെടുന്നവരുമുണ്ട്. അവിടെയല്ല, യു വർക്ക് സ്മാർട്ട് ആൻഡ് യു സീസ് ദി ഓപ്പർച്യൂണിറ്റി ആസ് ഇറ്റ് കംസ് ഓർ ആസ് ഇറ്റ് ബെക്കൺസ് യു. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ ഈ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കായിരുന്നു ഈ 5 പേരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഞാനത് അവരുടെ പേരുകൾ ഞാൻ വായിക്കാം. എക്സലൻസ് ഇൻ റീറ്റെയിൽ, ആദ്യമായിട്ട് അതാണ് അനൗൺസ് ചെയ്യുന്നത്. ശ്രീ അബ്ദുള്ള പൊയിൽ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് അൽമദീന ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ, എക്സലൻസ് ഇൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, ശ്രീ അബ്ദുൾ ജബ്ബാർ PB, മാനേജിംഗ് ഡയറക്ടർ ഹോട്ട് പാക്ക് ഇൻഡസ്ട്രീസ്. Then third one, excellence in financial consultancy. എൻ്റെ സുഹൃത്താണ് മിസ്റ്റർ ജെയിംസ് മാത്യു, സീനിയർ പാർട്ട്ണർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ക്രോവേ ഹോവർട്സ് എന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തലവനും കൂടാണ് അദ്ദേഹം. ദെൻ എക്സലൻസ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, ശ്രീ ജെന്നി ആൻ്റണി, മാനേജിംഗ് ഡയറക്ടർ VSER ഗ്രൂപ്പ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എക്സലൻസ് ഇൻ ബിസിനസ് സർവീസസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ശ്രീ ഷിമിൽ മോഹൻദാസ് MD ആൻഡ് ഷീ ഗ്രൂപ്പ്. എക്സലൻസ് അവാർഡ്സ് എന്ന ഈ കാറ്റഗറിയിലെ 5 വിന്നേഴ്സും സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമായി റീറ്റെയിൽ ബിസിനസ് രംഗത്തെ മികവിന് കൈരളി NRI എക്സലൻസ് അവാർഡ് ലഭിച്ച ശ്രീ അബ്ദുള്ള പൊയിലിനെ ഒരു പ്രൊഫൈൽ നമുക്ക് കണ്ടു നോക്കാം. അൽ മദീന ഗൾഫിലെ ഏതൊരു മലയാളിക്കും സുപരിചിതമായ നാമമാണിത്. റീറ്റെയിൽ വിപണന രംഗത്ത് എല്ലാത്തരം വിഭാഗങ്ങളുടെയും വിശ്വാസമാർജിച്ച അൽമദീന ഗ്രൂപ്പിന്റെ അമരക്കാരനാണ് കണ്ണൂർ കടവത്ത് സ്വദേശിയായ അബ്ദുള്ള പൊയിൽ. സൗദി അറേബ്യയിലും UAE-യിലുമായി 60 റീറ്റെയിൽ ഷോറൂമുകളാണ് അൽമദീന ഗ്രൂപ്പിനുള്ളത്. 1990-ൽ ദുബായിലെത്തിയ അബ്ദുള്ള 98-ലാണ് സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത്. കിസൈസിൽ ആരംഭിച്ച ഷെയർ അൽമദീന സൂപ്പർ മാർക്കറ്റ് ഇത് പിന്നീട് സൂപ്പർ മാർക്കറ്റുകളുടെ ചരിത്രത്തിലേക്കാണ് വഴി തുറന്നത്. ജ്വല്ലറി, ഷോപ്പിംഗ് മാൾ, ബേക്കറി, പ്രിന്റിംഗ് പ്രസ്, റെസ്റ്റോറന്റ്, ഇലക്ട്രോണിക്സ്, ഹൗസ് ഹോൾഡ് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അൽമദീന ഗ്രൂപ്പ് വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടി. ഇലക്ട്രോണിക്സ്, മൊബൈൽ വിപണന രംഗത്തെ ടെക്കോർബിറ്റിന് മാത്രം 40 ഔട്ട്ലെറ്റുകളുണ്ട്. 6000-ഓളം പേരാണ് അബ്ദുള്ള പൊയിൽ നേതൃത്വം നൽകുന്ന അൽമദീന ഗ്രൂപ്പിന്റെ കീഴിൽ ജോലിയെടുക്കുന്നത്. ഭാര്യ സമീന, 5 മക്കളുണ്ട്. വരും വർഷങ്ങളിൽ റീറ്റെയിൽ വിപണന രംഗത്തെ സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് അൽമദീന ഗ്രൂപ്പ്. ആത്മാർത്ഥതയും സത്യസന്ധതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഉയരങ്ങൾ നമുക്കരികെയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അബ്ദുള്ള പൊയിൽ. ഇന്ന് ഈ അവാർഡിന് അർഹനാക്കിയ ജൂറി അംഗങ്ങൾ, പ്രിയപ്പെട്ട മമ്മൂക്ക, എനിക്കധികം സംസാരിച്ച് പരിചയമില്ല, എനിക്ക് പ്രവർത്തിച്ചിട്ട് മാത്രമേ പരിചയമുള്ളൂ. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.
കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു മിസ്റ്റർ അബ്ദുൾ. ഉത്പാദന മേഖലയിലെ മികവിന് കൈരളി NRI എക്സലൻസ് അവാർഡ് ലഭിച്ച ശ്രീ അബ്ദുൾ ജബ്ബാർ PBയെ കുറിച്ചിട്ടുള്ള ലഘുചിത്രം നമുക്കൊന്ന് കണ്ടു നോക്കാം. പാക്കേജിംഗ് രംഗത്തെ ഒഴിവാക്കാനാകാത്ത നാമമായ ഹോട്ട് പാക്ക് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ അബ്ദുൾ ജബ്ബാർ PBയുടെ വിജയം കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. തൃശൂർ ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശിയായ അബ്ദുൾ ജബ്ബാർ 2004 ആരംഭിച്ച ഹോട്ട് പാക്ക് എന്ന പാക്കേജിംഗ് കമ്പനിക്ക് ഇന്ന് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലായി 15 ബ്രാഞ്ചുകളും 5 ഫാക്ടറികളുമുണ്ട്. കഠിനാധ്വാനവും പുതിയ സാങ്കേതിക വശങ്ങൾ പഠിക്കുവാനും അത് വിജയിപ്പിക്കുവാനും പ്രായോഗിക്കുവാനും മനസ്സും ആത്മാർത്ഥതയുമുള്ള ജീവനക്കാരും ഒപ്പം ദൈവാനുഗ്രഹവുമാണ് കമ്പനിയുടെ വിജയരഹസ്യമെന്ന് ഹോട്ട് പാക്കിന്റെ അമരക്കാരനായ അബ്ദുൾ ജബ്ബാർ ഉറച്ചു വിശ്വസിക്കുന്നു. സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് അബ്ദുൾ ജബ്ബാർ. സാദിയയാണ് ഭാര്യ. മുഹമ്മദ് ജാസിർ, നാജിയ, ജുനൈദ്, ജുമാന എന്നിവരാണ് മക്കൾ. പാക്കേജിംഗ് ഉൽപ്പന്നങ്ങളെ ഹോട്ട് പാക്ക് എന്ന ഒരു ആഗോള ബ്രാൻഡാക്കിയത് അബ്ദുൾ ജബ്ബാറിന്റെ കഠിന പരിശ്രമത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഫലമാണെന്ന് നിസ്സംശയം പറയാം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ അവാർഡിന് എന്നെ പരിഗണിച്ചതിൽ കൈരളി മാനേജ്മെൻറ്റിനോടും ജൂറി മെമ്പേഴ്സിനും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. തീർച്ചയായും ഇത് വളരെയേറെ സന്തോഷദായകമാണ്. ഇത്തരം അവാർഡുകൾ നേരത്തെ എൻ്റെ സുഹൃത്ത് ഷംലാൽ പറഞ്ഞതുപോലെ പ്രോത്സാഹനം തരുന്നുണ്ട്. അതോടൊപ്പം കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൂടി ഇങ്ങനെയുള്ള അവാർഡുകൾ ഞങ്ങളിൽ അർപ്പിക്കുന്നുണ്ട്. എന്തായാലും മുമ്പ് 1-2 ചെറിയ അവാർഡുകൾ കിട്ടിയപ്പോഴൊക്കെ ഞാൻ എൻ്റെ മാതാവിനാണത് സമർപ്പിച്ചത്. കാരണം എനിക്കെൻ്റെ പിതാവ് ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ മാതാവാണ് എന്നെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലും കച്ചവടങ്ങളിലും ഉൾപ്പെടെ എനിക്കുള്ള പ്രോത്സാഹനം തന്നത് എൻ്റെ മാതാവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അവാർഡ് ഞാൻ എൻ്റെ മാതാവിന് സമർപ്പിക്കുകയാണ്. കൂടാതെ ഇത്തരത്തിലേക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്താൻ തീർച്ചയായിട്ടും ഞാനൊരു വ്യക്തി മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാ ടീം മെമ്പേഴ്സും എനിക്ക് തന്ന സപ്പോർട്ട്, അതോടൊപ്പം റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ലുലു ഗ്രൂപ്പ് ഉൾപ്പെടെ അതിൻ്റെ യൂസഫ് ഭായ്, അഷ്റഫ് ഭായ് തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരുടെ സപ്പോർട്ട് ഇത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് നന്ദിയോടെ സ്മരിക്കുകയാണ്. തീർച്ചയായും ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വന്നർപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 1000-ഓളം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഞങ്ങളുള്ള പാക്കേജിംഗ് രംഗത്ത് ഇനിയും കൂടുതലായ നൂതനമായ ആശയങ്ങൾ പ്രയോഗവൽക്കരിക്കാനും പ്രയത്നിക്കുമെന്ന് നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ്. കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി സാമ്പത്തിക മേഖലയിലെ മികവിന് കൈരളി NRI എക്സലൻസ് അവാർഡ് ഫോർ എക്സലൻസ് കാറ്റഗറി ലഭിക്കുന്നത് ശ്രീ ജെയിംസ് മാത്യുക്കാണ്. ആൻഡ് കെൻ വി ഹാവ് ഹിസ് പ്രൊഫൈൽ പ്ലീസ്? ലോകം ഉറ്റുനോക്കുന്ന വിസ്മയ നഗരമായ ദുബായിൽ ഈ നഗരത്തിന്റെ വളർച്ചയോടൊപ്പം സഞ്ചരിച്ചയാളാണ് കോഴിക്കോട് സ്വദേശി ജെയിംസ് മാത്യു. 1992 ദുബായിലെ മഹീന്ദ്ര ആഷർ കമ്പനിയിൽ സീനിയർ ഓഡിറ്ററായാണ് ജെയിംസ് മാത്യു തന്റെ പ്രവാസ ലോകത്തെ വിജയങ്ങൾക്ക് തുടക്കമിടുന്നത്. ജെയിംസ് മാത്യുവിന്റെ സ്വപ്നങ്ങൾ അവിടെ ഒതുങ്ങുന്നതായിരുന്നില്ല. UAEയിലെ പ്രശസ്തമായ ക്രോ ഹോവർത്ത് കമ്പനിയിൽ ചേർന്ന ജെയിംസ് മാത്യു വിജയത്തിന്റെ പടവുകൾ പിന്നീട് ഓരോന്നായി ചവിട്ടിക്കയറി. ഇന്ന് ക്രോ ഹോവർത്ത് UAEയുടെ സീനിയർ പാർട്ണറും മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ കോഴിക്കോട്ടുകാരൻ. മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക വാണിജ്യ മേഖലയെക്കുറിച്ചുള്ള വിശാലമായ അറിവും കൃത്യമായ നിരീക്ഷണങ്ങളും ജെയിംസ് മാത്യുവിനെ ഈ രംഗത്ത് കൂടുതൽ കരുത്തനാക്കി. UAEയിലെ സാമൂഹിക വാണിജ്യ രംഗത്തെ നിറസാന്നിധ്യമായ ജെയിംസ് മാത്യു ഇവിടുത്തെ ബിസിനസ്സുകാരുടെയും പ്രൊഫഷണലുകളുടെയും കൂട്ടായ്മയായ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിലിന്റെ സെക്രട്ടറി ജനറലും കൂടിയാണ്. ബിന്ദു ജെയിംസ് ആണ് ഭാര്യ. 2 പെൺമക്കളുണ്ട്. പഠനകാലത്ത് കായിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ജെയിംസ് മാത്യു തൊഴിൽ രംഗത്തും ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാത്തുസൂക്ഷിക്കുന്നു.
ശ്രീ മമ്മൂട്ടി, മിസ്റ്റർ ജോൺ ബ്രിട്ടാസ്, വേദിയിലുള്ള എല്ലാവർക്കും, എൻ്റെ ജൂറി, ഡെപ്യൂട്ടി കോൺsul ജനറൽ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആദ്യമായിട്ടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. കാരണം കൈരളി ടി വിയുടെ ഈ ഉദ്യമത്തിൽ എന്നെ പരിഗണിച്ചതിൽ ആദ്യമായിട്ടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊള്ളട്ടെ. ഏതാണ്ട് 25 കൊല്ലത്തോളമായിട്ട് ഞാനിവിടെ UAE-യിലുണ്ട്. ഒത്തിരി ആൾക്കാരുടെ ബിസിനസ്സുകളും, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ബുക്സുകൾ കാണാനും അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനും ഈ വേണമെങ്കിൽ ഞാൻ പറയാം റബ്ബിങ് ഷോൾഡേഴ്സ് വിത്ത് ബില്യണേഴ്സ്. മലയാളികളെ വെച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാം, തൃശ്ശൂരുകാരാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരുള്ളത്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന തൃശ്ശൂരുകാരാണ്. ഐസക് ജോൺ ഇവിടെ പറയുണ്ടായി, വർക്ക് ഹാർഡ്, വർക്ക് സ്മാർട്ട്. വർക്ക് ഹാർഡ് എന്നുള്ള സംഗതി മാറിയിട്ട് വർക്ക് സ്മാർട്ടായി. ശരിയാണത്. 14-15 മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. കഠിനാധ്വാനം എന്നുള്ള ഒരു സംഗതിയാണ് ശരിക്കും എല്ലാവരെയും പിടിച്ചു നിർത്തുന്നത്. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കംപ്ലേസൻസ് ഇല്ല. അവരിന്നും 73 കാലഘട്ടത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം വർക്ക് ചെയ്ത് വളരെ കഠിനാധ്വാനം ചെയ്താണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. അതിന്നും ആ 14-15 മണിക്കൂറും വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അവരെ നിലയ്ക്ക് മുമ്പോട്ട് നിർത്തുന്നത്. അല്ലാണ്ട് അവർ മുമ്പോട്ട് പുറകോട്ട് വലിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യുന്നത്. 8 മുതൽ 5 വരെ പണിയെടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എല്ലാ ദിവസവും എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ബിസിനസ് തുടങ്ങി പിറ്റേ ദിവസം യൂസഫലി ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല കാര്യം. അതാണ് നമ്മുടെ ഈ ഒരു പൊതുവെ ഒരു കാഴ്ചപ്പാട്. കുറച്ചൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ച് മിസ്റ്റർ മമ്മൂട്ടി പറയുണ്ടായി. അതായത് ബിസിനസ്സിൽ എപ്പോഴും ഒരു അച്ചടക്കം, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. ഈ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ശരിക്കും നമ്മുടെ ബിസിനസ്സിൽ ഇതേപോലെ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി സമയം വി മിസ് ദം. ആ ഗെയിൻ ശരിക്കും വരുന്നത് നമുക്ക് ആ ഗെയിൻ കിട്ടുന്നതുകൊണ്ട് ഒരു സൈഡിൽ നമുക്ക് ലോസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എൻ്റെ എംപ്ലോയീസിനോടും എനിക്ക് പറയാനുള്ളത്, പലരും ബിസിനസ്സുകാരാണ്, പലരും എംപ്ലോയീസുണ്ട് ഇവിടെ. നമ്മുടെ കേരളത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, 8 മുതൽ 5 വരെ വർക്ക് ചെയ്യുന്നു. ഇവിടെ അതല്ല. ഇവിടെ എല്ലാവരും വളരെ അർപ്പണബോധത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. 8 മുതൽ 5 മണി വരെ അല്ല, അവരവരുടേതായ രീതിയിൽ മുമ്പോട്ട് പോകും. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന് ലോയൽറ്റി എന്ന് പറയുന്ന സംഗതി പഴയ മാതിരി ഇല്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ 20 കൊല്ലം 25 വർഷമൊക്കെ ഒരാൾ ഒരു കമ്പനി വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ 8 മാസം 9 മാസം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഈ ഹ്യൂമൻ മാനേജ്മെൻറ്റാണ് ഇന്നത്തെ ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ചലഞ്ചായിട്ട് വരുന്നത്. ഈ 2 കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൈരളി ടി വിക്ക് ഈ ഉദ്യമത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്റ്റർ ജെയിംസ്. ഇതായി എഞ്ചിനീയറിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് രംഗത്തെ മികവിന് കൈരളി NRI ഓൺട്രപ്രണർഷിപ്പ് അവാർഡ് ഫോർ ദി ബിസിനസ് എക്സലൻസ് കാറ്റഗറി ലഭിക്കുന്നത് മിസ്റ്റർ ജെനി ആൻ്റണിക്കാണ്. അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പ്രൊഫൈൽ ഓഫ് മിസ്റ്റർ ജെനി ആൻ്റണി പ്ലീസ്. സേവനം എന്നത് വാക്കുകളിൽ ഒതുക്കാതെ തന്റെ കർമ്മമണ്ഡലത്തിലാകെ പ്രാവർത്തികമാക്കിയ വ്യക്തിത്വമാണ് ഖത്തറിലെ V-Serve ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറായ ജെന്നി ആന്റണി പുലിക്കോട്ടിൽ. 1998 പ്രവാസ ജീവിതം ആരംഭിച്ച ജെന്നി കഠിനാധ്വാനം കൈമുതലാക്കി വിജയത്തിന്റെ ഓരോ പടവുകളും നടന്നുകയറി. തന്റെ 32ാമത്തെ വയസ്സിലാണ് V-Serve ഗ്രൂപ്പ് എന്ന കമ്പനി ജെന്നി ആന്റണി ആരംഭിക്കുന്നത്. 9 വർഷത്തിനിപ്പുറം മിഡിൽ ഈസ്റ്റിലെ ട്രേഡിംഗ് രംഗത്തും കോൺട്രാക്ടിംഗ് രംഗത്തും V-Serve എന്ന കമ്പനി പ്രവർത്തന മികവോടെ തല ഉയർത്തി നിൽക്കുന്നു. റെന്റ് എ കാർ, സെക്യൂരിറ്റി സർവീസ്, ക്ലീനിംഗ്, ഹെവി എക്യുപ്മെന്റ്, ലോജിസ്റ്റിക്സ് തുടങ്ങി 12 ഡിവിഷനുകളിലായി V-Serve എന്ന നാമം ഖത്തറിലെ വാണിജ്യരംഗത്ത് പ്രൗഢിയായി നിലകൊള്ളുന്നു. മാനേജ്മെന്റിൽ നേടിയ MBA ബിരുദം ഈ ചെറുപ്പക്കാരന് വാണിജ്യരംഗത്ത് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും സമ്മാനിക്കുന്നു. 4000-ഓളം പേരാണ് ജെന്നി ആന്റണി പുലിക്കോട്ടിലിന്റെ വിവിധ കമ്പനികളിലായി ജോലിയെടുക്കുന്നത്. സ്മിത ജോണാണ് ഭാര്യ. ജിസ് ജെന്നി ആന്റണി, ജെറോം ജെന്നി ആന്റണി എന്നിവരാണ് മക്കൾ. മറ്റ് GCC രാജ്യങ്ങളിലേക്കും തന്റെ ബിസിനസ് ശൃംഖല വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ചെറുപ്പക്കാരൻ. ഇങ്ങനെ ഒരു സംരംഭത്തിൽ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ സുഹൃത്തും ബ്രദറും അയൽവക്കക്കാരനുമായ അഷ്റഫ് അലിക്കോട് ആദ്യം ഞാൻ നന്ദി പറയട്ടെ.
ഇതിനു മുന്നും അവാർഡുകൾ കിട്ടിയപ്പോഴും ചെറിയ സന്തോഷം തോന്നി. സ്വയം പ്രയത്നം കൊണ്ട് ഇങ്ങനെ ആയതിൽ കൈരളിയും അതിന് അംഗീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Our final award for this category, Excellence in Business Service and Diversification Award, ലഭിക്കുന്നത് ശ്രീ ഷിമിൽ മോഹൻദാസിനാണ്. So can we have the profile of Mr. ഷിമിൽ മോഹൻദാസ്, please? കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ സംരംഭകനാണ് അൻഷി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഷിമിൽ മോഹൻദാസ്. മിഡിൽ ഈസ്റ്റിലെ മാർക്കറ്റിംഗ്, HR റിക്രൂട്ട്മെന്റ് രംഗത്തെ ശ്രദ്ധേയ നാമമാണ് അൻഷി ഗ്രൂപ്പ്. മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് ഇദ്ദേഹം. പഠനകാലത്ത് തന്നെ ബിസിനസ്സിനോട് അതീവ താല്പര്യം പുലർത്തിയിരുന്ന ഷിമിൽ മോഹൻദാസ് ഫിനാൻസിലും മാർക്കറ്റിംഗിലും MBA പൂർത്തിയാക്കിയ ശേഷമാണ് ബിസിനസ് രംഗത്തേക്ക് കടന്നുവരുന്നത്. GCC രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഈ രംഗത്തേക്ക് ചുവടുവച്ച ഷിമിൽ പിന്നീട് കൺസൾട്ടൻസി, റിക്രൂട്ട്മെന്റ് രംഗത്തേക്കും കടന്നു. സേവന രംഗത്തേക്കും ഇനി ശ്രദ്ധയൂന്നുകയാണ് ഈ ചെറുപ്പക്കാരൻ. മീറ്റ് ബാരൽ എന്ന പേരിൽ ഷോപ്പിംഗ് മാളുകളിൽ റെസ്റ്റോറന്റ് ശൃംഖല സ്ഥാപിക്കാൻ അൻഷി ഗ്രൂപ്പ് തയ്യാറെടുക്കുകയാണ്. ഷിമിൽ മോഹൻദാസിന്റെ എല്ലാ ബിസിനസ് സംരംഭങ്ങളിലും കരുത്തായി ഭാര്യ അഞ്ജലി ദേവിയും ബിസിനസ് രംഗത്തുണ്ട്. CK മോഹൻദാസ്, നളിനി മോഹൻദാസ് എന്നിവരാണ് മാതാപിതാക്കൾ. ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൈമുതലായുണ്ടെങ്കിൽ ദുബായ് നഗരം നന്മകൾ സമ്മാനിക്കുമെന്ന് അനുഭവങ്ങളിലൂടെ ഷിമിൽ വ്യക്തമാക്കുന്നു. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ചാനലായ കൈരളി TV യിൽ നിന്നുകൊണ്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഭിമാനവും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടനായ മമ്മൂക്കയിൽ നിന്ന്, നമ്മുടെ സ്വന്തം മമ്മൂക്കയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഈ അവാർഡ് എനിക്കും എൻ്റെ ആൻഷി ഗ്രൂപ്പിനും ഒരു വലിയ പ്രോത്സാഹനം തന്നെയാണ് മുന്നോട്ടുള്ള വഴിയിൽ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ദ കൈരളി and the entire jury members for selecting me for this award. My entire Anshi team who made this for me, and Anjali, my better half, who is behind my whole success in my life. Thank you so much. Thank you so much. ഇനി ഞാൻ വേദിയിലേക്ക്, ഡയസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കാൻ. ഇന്നത്തെ ഈ ഇവൻറ്റ് നടന്നതിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന പില്ലർ തന്നെയായിരുന്നു ഇദ്ദേഹം. വേണമെങ്കിൽ ഇന്നത്തെ റിയൽ ആതിഥേയൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇദ്ദേഹത്തെ. സോ വെൽക്കമിങ് വിത്ത് utmost respect to the dais, the Deputy Consul General, Indian Consulate, Shri K. Muralidharan sir, please. കൈരളി TV-യുടെ ചെയർമാനും മഹാനടനും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ ശ്രീ മമ്മൂട്ടി, കൈരളി TV-യുടെ MD, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ MA അഷ്റഫ് അലി ഓഫ് ലുലു ഗ്രൂപ്പ്, ശ്രീ ജോൺ പട്ടാണിപ്പറമ്പിൽ, ശ്രീ VK അഷ്റഫ്, ശ്രീ EK അഷ്റഫ്, കൈരളി TV, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇങ്ങനെ ഒരു ചടങ്ങിൽ ഈ സായം സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൽ കൂടുതൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ബിസിനസ് സംരംഭത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്കൊരവസരമുണ്ടായി. അതിനുശേഷം ഇവിടെ ബിസിനസ് സംവാദങ്ങളിൽ ഞാൻ പങ്കെടുത്തില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവാതെ വളരെ ഫ്രീ ആയിട്ട് സംവദിച്ചോട്ടെ എന്ന് കരുതി ഞാൻ ബ്രിട്ടാസിനെ ഏൽപ്പിച്ച് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ നടന്ന ഒരു സംരംഭത്തിൻ്റെ ഒരു പ്രതിഫലനമായി ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടത്താൻ സാധിച്ചതിലും, അതിൽ കൂടുതൽ പ്രവാസി ജീവിതം നയിക്കുന്ന ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ, കേരളത്തിൻ്റേത് മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം ഘടനയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ അംഗീകരിച്ചിൽ ആ അംഗീകാരം ഇവിടെ വളരെ മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയ ബിസിനസ്സുകാർക്കും മറ്റ് സേവനദാതാക്കൾക്കും അംഗീകാരം കൊടുക്കുവാനും, അതും പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാരായ വ്യവസായ പ്രമുഖരെ കണ്ടുപിടിച്ച് അംഗീകരിക്കാനും കൈരളി TV ഒരു കാരണമായി എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.
കൈരളി ടിവിയുടെ ഈ സംരംഭം ഇനി വരുന്ന ഉണ്ടാകും. അതുകൂടാതെ തന്നെ പ്രവാസികളായ ഇന്ത്യക്കാരിൽ പ്രാഗൽഭ്യം, മറ്റ് മേഖലകളിലും പ്രാഗൽഭ്യം നേടിയവർക്കും കൈരളി ടി വി വേണ്ട പോലെ പരിഗണന നൽകുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ പേർക്ക് ഇങ്ങനെയുള്ള അവാർഡുകൾ കൊടുക്കുമെന്നും ആ അവാർഡുകൾ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളേവരും സമൂഹത്തിനും നമ്മുടെ നാടിനും വേണ്ടി പ്രയത്നിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം ത്തോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഇന്നത്തെ ഈ അവാർഡ് ചടങ്ങിൻ്റെ പിന്നിലുണ്ടായിരുന്ന ജൂറി മെമ്പർ ആൻഡ് ജൂറി ചെയർമാനെ നമ്മൾ സന്തോഷത്തോടെ മൊമെൻറ്റോ നൽകാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ റിക്വസ്റ്റ് ആ ചെയർമാൻ ശ്രീ മമ്മൂട്ടി ടു ഹാൻഡ് ഓവർ ദ മൊമെൻറ്റോസ് ടു ടു റെസ്പെക്ട്ഫുൾ പീപ്പിൾ. ഫസ്റ്റ് ശ്രീ MA അഷ്റഫ് അലി. Thank you, sir. Also, Khalij Times Business Associate Editor and Jury Member, Sri Isaac John Patani Parambil. Memento from Sri Mammootty. ജൂറി ചെയർമാനെ പറ്റിയുള്ള ചില പരാമർശനങ്ങൾ ഇവിടെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് അഷ്റഫ് അലി ഉള്ളത്. അവരെ ആരെയും പരിഗണിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി നാട്ടുകാരെ പരിഗണിച്ചത്. അതുകൊണ്ട് അഷ്റഫ് അലിയോട് എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാനുള്ളൊരു ഒരു ആഗ്രഹം പറയാനുള്ളത്, ഈ സ്വന്തം കുടുംബത്തിൽ നല്ല ആൾക്കാരായതുകൊണ്ട് അവരെ അങ്ങ് ഒഴിവാക്കി കളയണ്ട, അവർക്കും കൂടെ അടുത്ത പ്രാവശ്യം പരിഗണിക്കണം. നാട്ടുകാരെ മാത്രം പരിഗണിച്ചാൽ പോരാ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി ഞാൻ രണ്ടാമതെന്ന് പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ കൂടെ നിങ്ങളറിയുക. അവിടുത്തെ ഒരുപാട് ഈ നാട്ടിൽ എല്ലായിടത്തും ബുദ്ധിമുട്ടുള്ള പോലെ നാട്ടിലൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട്. ലക്ഷങ്ങൾ കോടികൾ അയക്കുന്നതിലൊന്നും കുറയ്ക്കണ്ട, കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. എന്നാൽ ഇവിടെ ഈ അവാർഡിന് നൽകാനും ഇവിടെ വരാനുമൊക്കെ എനിക്ക് അതിയായിട്ട് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. ഒരുപാട് ഒരു സ്പിരിറ്റുള്ള ആൾക്കാരാണ്. അത് അംഗീകാരങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. കാരണം മറ്റു സ്ഥലങ്ങളിൽ സാധാരണ ബിസിനസ്സുകാർ, കച്ചവടക്കാർ, അർത്ഥയ്ക്ക് ഉപ്പ് തേക്കാവത്താരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ ആക്ഷേപിക്കുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് അവർക്കൊക്കെ ഒരു അംഗീകാരവും അവരുടെ സത്യസന്ധതയും ഒക്കെ തിരിച്ചറിയുന്നതിൽ നിങ്ങൾക്കൊക്കെ സന്തോഷമുണ്ടെന്നറിയാം. അതിന് വേണ്ടി തന്നെയാണ് കൈരളി അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ എല്ലാവരുടെയും കഠിനാധ്വാനം കൊണ്ടുള്ള വിജയമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങൾ അവിടെ ഉള്ളവരാരും അതിനെ ഒട്ടും കുറച്ച് കാണുകയില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു മമ്മുക്ക ഫോർ ദാറ്റ് ഗോൾഡൻ വേർഡ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ബ്യൂട്ടിഫുൾ ഈവനിങ് ഇവിടെ പൂർണ്ണമാക്കാൻ ഒരു ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് നൽകാനായി ദ ഡയറക്ടർ ഓഫ് ന്യൂസ് ആൻഡ് കറന്റ് അഫയേഴ്സ് മിഡിൽ ഈസ്റ്റ് ഐ ഇൻവൈറ്റ് ശ്രീ EM അഷ്റഫ്. ഈ വ്യവസായ സംരംഭകരുടെ അവാർഡ് ദാനത്തിന് വേണ്ടി എത്തിയ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ, ഇന്ത്യയുടെ മഹാനടൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മുക്കയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ മലയാളം കമ്മ്യൂണിക്കേഷൻ MD, ശ്രദ്ധേയനായ മാധ്യമ വ്യക്തിത്വം ശ്രീ ജോൺ പിട്ടാസ്, ഞങ്ങളുടെ ഡയറക്ടറും വ്യവസായ പ്രമുഖരുമായ, അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു വേദനിക്കുന്ന കോടീശ്വരൻ എന്ന രീതിയിൽ തന്നെ VK മുഹമ്മദ് അഷ്റഫിനെ എല്ലാവർക്കും അറിയാം. ജൂറി ചെയർമാൻ MA അഷ്റഫിനെ കുറിച്ച് ഇവിടെ ധാരാളം പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ അനുഭവം പറയാം. ഈ സംഭവമായി അദ്ദേഹത്തെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഞെട്ടിച്ചത്, ഇതിൻ്റെ യങ് എൻ്റർപ്രനർ അവാർഡ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നതാണ്. അങ്ങോട്ട് പറയാതെ അദ്ദേഹം ഇങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ്. പിന്നീട് അദ്ദേഹം 2 നിർദ്ദേശം വെച്ചു. ഒന്ന്, ഇത് ഗൾഫ് മേഖലയിലേക്ക് മാത്രമാവരുത്, ഇന്ത്യക്ക് പുറത്തുള്ള, ഇപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഉള്ള വ്യവസായ സംരംഭകരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞു, പ്രൊഫഷണൽ മേഖലയിലെ, കരിയർ മേഖലയിലെ മികച്ച പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്. ആ 2 നിർദ്ദേശങ്ങളും ഞങ്ങൾ മാനേജ്മെൻറ്റ് മുന്നാകെ സമർപ്പിക്കുകയാണ്. അടുത്ത തവണ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. മറ്റൊന്ന്,
CK മേനോൻ, അദ്ദേഹം ഖത്തറിൽ നിന്നാണെങ്കിലും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നിരുന്നു. ഐസക് ജോൺ, ഈ 36 വർഷമായി മാധ്യമരംഗത്തെ ഹരിത നായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രായം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 987 മമ്മൂക്ക ദുബൈയിലെത്തിയപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് ആദ്യമേ പറഞ്ഞത് ഐസക് ജോണാണ്. എഴുതിയത് പത്രത്തിൽ എഴുതി. അതുകൊണ്ട് അദ്ദേഹത്തിന് മലയാളം കമ്മ്യൂണിക്കേഷൻ പ്രത്യേക കൃതജ്ഞത അറിയിക്കുകയാണ്. ശ്രീ KM മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ആതിഥേയവും കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. സർവോപരി എല്ലാമായ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സന്നിധരായി ഞങ്ങൾ അനുഗ്രഹിച്ച നിങ്ങളെല്ലാവരെയും മലയാളം കമ്മ്യൂണിക്കേഷൻ പേരിൽ എൻ്റെ പേരിലും ഞാൻ നന്ദി പറയാം. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് അശ്രുജി. ഇന്നത്തെ ഈവൻറ്റിൽ സാക്ഷ്യം വഹിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നിവിടെ എത്തിയ ഡിഗ്നിറ്ററീസിൻ്റെ പ്രസൻസ് ഇന്നത്തെ വിന്നേഴ്സിനും ഞങ്ങൾക്കും ഒരുപോലെ വിലപ്പെട്ടതാണ്. Thank you so much, ladies and gentlemen. Have a wonderful evening.